കർണാടകയിൽ ഡെപ്യൂട്ടേഷനിൽ പോയിരുന്ന യതീഷ് ചന്ദ്ര IPSന് കൊടുത്തിരിക്കുന്ന പോസ്റ്റിംഗും പ്രൊമോഷനുമാണ്. കേരള പോലീസിൽ ഏറെ പേരെടുത്ത യതീഷ് ചന്ദ്രയെ CPMന്റെ സ്വന്തം ജില്ലയായ കണ്ണൂർ റേഞ്ചിന്റെ ചുമതലയിൽ DIG ആയി നിയമിച്ചിരിക്കുന്നു. കള്ളപ്പണക്കാർക്കെതിരെയും കൊള്ളപ്പലിശക്കാർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടാണ് യതീഷ് ചന്ദ്ര എക്കാലത്തും എടുത്തിട്ടുള്ളത്. മുഖം നോക്കാതെ നീതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ യതീഷ് ചന്ദ്ര എക്കാലത്തും മുൻപന്തിയിലായിരുന്നു. വിവാദങ്ങൾ ഏറെ കത്തി നിന്ന സമയത്താണ് 3 വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ കർണാടകയിലേക്ക് പോകുന്നത്. ബാംഗ്ലൂർ സിറ്റി പോലീസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായി 3 വർഷം സേവനമനുഷ്ഠിച്ച് തിരിച്ചു വന്നു. കർണാടകക്കാരനായ യതീഷ് ചന്ദ്രയ്ക്ക് ബാംഗ്ലൂരിനോട് പ്രത്യേക താല്പര്യമുണ്ട്. എഞ്ചിനീയറിംഗ് പാസ്സായതിനു ശേഷം ബാംഗ്ലൂരിൽ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണ് യതീഷ് ചന്ദ്രയ്ക്ക് IPS കിട്ടിയത്. കേരള കേഡറിലേക്ക് എത്തിയ യതീഷ് ചന്ദ്ര ചെന്നിടത്തെല്ലാം കയ്യൊപ്പ് പതിപ്പിച്ച് കേരളത്തിലെ മാത്രമല്ല കർണാടകയിലെയും ഹീറോയായി മാറി. 3 വർഷം ബാംഗ്ലൂർ ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന നിലയിൽ വലിയ പേരെടുത്തതിനു ശേഷമാണ് വീണ്ടും യതീഷ് ചന്ദ്ര പുതിയ ദൗത്യം ഏറ്റെടുക്കാൻ കേരളത്തിലേക്ക് വരുന്നത്. അതും CPMന്റെ കണ്ണൂരിലെ ചുമതല തന്നെ നൽകിയത് പലരും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ADGP ആയിരുന്ന അജിത് കുമാർ ഉണ്ടാക്കിയ വിവാദങ്ങളും പോലീസ് ചെന്നെത്തിയ നാണക്കേടുകളും ഒക്കെ മറികടക്കാൻ പോലീസിന്റെ പ്രതിച്ഛായ മാറ്റാൻ പിണറായി സർക്കാർ പരിശ്രമിക്കുന്നു എന്നതിന് സൂചനയായി ഇത് വിലയിരുത്തപ്പെടുന്നു. മികവുറ്റ ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻ കൊടുക്കുകയും അവരെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിക്കുകയും ചെയ്താൽ പോലീസ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാവുമെന്ന് ആരോ ഉപദേശിച്ചതുകൊണ്ടാവാം ഇപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ.